അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജയശ്രീ. ഞാൻ എടത്തറയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ അമ്മയ്ക്ക് തീരെ വയ്യ, 81 വയസ്സുണ്ട്. 2 വർഷം മുമ്പേ അവർക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളം മാത്രം കുടിക്കുക, പെട്ടെന്ന് വയ്യാതെയാവുക. അതേപോലെ ഇപ്പം അതേപോലെ വന്നിരിക്കുകയാണ്, 2 ആഴ്ചയായി വയ്യാതെ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുത്ത് 9 മുതൽ 5 മണി വരെ ഇന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ എനിക്ക് ഈ അമ്മച്ചിയെ ഓർമ്മ വരികയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. ഒരാഴ്ച ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ്, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയല്ല ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അവരെ പോയി കാണണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ അമ്മച്ചിയുടെ അടുത്തേക്ക് ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പുസ്തകം കൈവച്ചുകൊണ്ടാണ് പോയത്. അവിടെ പോയി ചെന്നപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ മുമ്പ് ഈ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ ആ ബുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ആ പുസ്തകം പിടിച്ചു, ഞാൻ ഈ പുസ്തകം പിടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തിയിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിലത്തെ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചു. ആത്മീയ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന സമയത്ത് അമ്മച്ചിക്ക് പ്രത്യേകമായിട്ട് ഒരു ഈശോയുടെ ഒരു അനുഭവം കിട്ടിയെന്നാണ് അമ്മച്ചി എന്നോട് പറഞ്ഞത്. മുട്ടുകുത്തി കുരിശ് വരച്ച് എല്ലാവർക്കും സ്തുതിയും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ കഞ്ഞി കുടിക്കാൻ തോന്നുന്നുണ്ട്, ഞാൻ മക്കളെടുത്ത് കഞ്ഞി വേണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. പൊടിയരിക്കഞ്ഞി. അങ്ങനെ അവർ അന്നത്തെ ദിവസം പൊടിയരിക്കഞ്ഞി കുടിച്ചു. അന്ന് മുതൽക്ക് അവർ ആഹാരം ചെറുതായിട്ട് അങ്ങനെ കഴിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ അത്രയും നാൾ അവർക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വെറും വെള്ളം മാത്രം, മരുന്നുകൾ ധാരാളം, സോഡിയം കുറവായിരുന്നു, BP ഹൈ ആയിരുന്നു. പിന്നെ അങ്ങനെ വായ് മുതൽ വയറ് വരെ എല്ലാം ഒരു പുണ്ണ് പിടിച്ച ഒരവസ്ഥയാണ്. ആ അവസ്ഥ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് എന്നിട്ട് അവർ പറഞ്ഞ ശേഷം എനിക്ക് ആ അവസ്ഥ മാറുകയും ചെയ്തു. ഞാൻ ഈശോയെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഇപ്പോൾ അവർ ആഹാരം കഴിക്കുന്നുണ്ട്, BP വ്യത്യാസമായി, സോഡിയത്തിനും മാറ്റം വന്നു. അതിനുശേഷം അവർ ഓർമ്മ ഫുള്ള് പോവുമായിരുന്നു. അന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ദിവസങ്ങളിൽ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് 5 മണി വരെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി.